ഹലോ ഗൈസ്, ബ്രെഡ്, മുട്ട, പഴം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണിത്. ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു ചെറിയൊരു പാളിച്ച് തന്നിക്കണ്. എന്താണ് ഞാൻ ചെയ്തതെന്ന് കാണിച്ചു തരാം, കണ്ടോളി. അപ്പോൾ ഇതിന് വേണ്ടി ഒരു 5 ബ്രെഡ് വേണം. 5 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ അതിലോട്ട് തേങ്ങ വേണം, പഞ്ചസാര, ഒരു മുട്ട മാത്രം മതി, പിന്നെ 3 ഏലക്കായ്, ഉപ്പ്, പിന്നെ പാല് ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. എനിക്ക് പിന്നെയും പാൽ ആവശ്യം വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് ബാറ്റർ ആവേണ്ടത്. പിന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോണ പാത്രം, ഞാനിപ്പോൾ എടുത്തത് സാധാ ഒരു അലുമിനിയത്തിൻ്റെ പാത്രമാണ്. പക്ഷേ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കാൻ നോക്കട്ടോ. ഈ പാത്രം ആകുമ്പോൾ അടി പിടിക്കും. അതാണ് എനിക്ക് പറ്റിയൊരു പാളിച്ച. അപ്പോൾ ആദ്യം തന്നെ അടിയിൽ നെയ്യ് ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ പഞ്ചസാര ജസ്റ്റ് തൂക്കി കൊടുക്കുക. എന്നിട്ട് അതിന് മുകളിൽ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ച ബനാന പീസസ് ഇങ്ങനെ വെച്ചെടുത്ത്, നിങ്ങൾക്ക് വേണ്ടത്രയും ബനാന പീസസ് വെക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ച് കൊടുത്ത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. 5 മിനിറ്റ് മതി, ബ്രെഡെല്ലാം പെട്ടെന്ന് കുക്കാവും. ഇവിടുന്ന് പണി പാളിയത് അടി പിടിച്ചു പോയി, അടിയിൽ നിന്ന് വരുന്നില്ല, ഉണ്ടാവും, കിട്ടുന്നില്ല അടിയിൽ നിന്ന്. പിന്നെ ലാസ്റ്റ് കോരി എടുത്തത് ഈ കുരത്തിലോട്ടാക്കി. ഇതിനിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതൊരു പാത്രത്തിലോട്ടാക്കി ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കണ്ട് തിരിച്ചിട്ടൊന്ന് മുറിച്ചാൽ പോരെ. ഞാൻ എൻ്റെ അടുത്തുള്ളൊരു പാത്രത്തിലോട്ട് ഇട്ട് കണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കണ്ട് പിന്നെ തിരിച്ചിട്ടാണ്ട് മുറിച്ചു. അപ്പോൾ ഒരു ഷേപ്പിൽ കിട്ടി. പക്ഷെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ലെങ്കിലും ടേസ്റ്റ് അടിപൊളി കേട്ടോ. നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ചെയ്താൽ മതി, എന്നാൽ സെറ്റായിട്ട് വരും, പെട്ടെന്ന് തന്നെ ഇന്ന് വിട്ട് വരും. ഞാൻ ഈ പാത്രത്തിൽ വെച്ച് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരും നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയുക. അപ്പോൾ ഓക്കെ.